സീരിയൽ നിരോധിക്കണോ? അതിപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാം ഫോളോ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. സോ ലെറ്റ്സ് സേ പബ്ലിക് ഒപ്പീനിയൻ. സീരിയൽ നിരോധിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്? സീരിയൽ പണ്ട് നല്ലതായിരുന്നു. പണ്ട് ഒരുപാട് നല്ല സീരിയൽ ദൂരദർശനിലും മറ്റെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പം സീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ മോശമാണ്. പണ്ട് നാടകീയതയും പണ്ട് ക്രൂരതയും കാണിക്കണം. അത് പ്രേംകുമാർ പറഞ്ഞത് ശരിയാണ്. ഒരു ടോക്സിസിറ്റി ഉള്ളത് നമ്മുടെ ഫാമിലിയിലോട്ട് അത് വരുമെന്ന് തോന്നുന്നു. അത് ചിലപ്പോൾ അമ്മായിമ്മ വരുമ്പോൾ ഇതൊക്കെയാണ് മെയിൻലി കാണിക്കുന്നത്. അതെല്ലാം കണ്ടു വേണമെങ്കിൽ ഇൻസ്പിറേഷൻ വരാം. എന്തായാലും ഇപ്പോഴത്തെ സീരിയലിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ കുറവാണ്. ആണുങ്ങളും സീരിയൽ കാണാറുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോഴത്തെ കാണാറില്ല, പണ്ടെല്ലാം കണ്ടിട്ടുണ്ട്. ദൂരദർശനിലും മറ്റേ ഏഷ്യാനെറ്റിൽ നല്ല സീരിയലാണ്. ഇപ്പം നല്ല സീരിയലല്ല, ഭയങ്കര ഡ്രമാറ്റിക് ഒക്കെയാണ്. ഞാൻ കാണാറില്ല, ഇടയ്ക്ക് ചാനലിങ് മാത്രം കാണാറുണ്ട്. ഭയങ്കര ഡ്രമാറ്റിക് ആയിട്ട് ഭയങ്കര എന്താണ് ക്രൂരതയും ഡ്രാമയും മെലോ ഡ്രാമയും എല്ലാം. അത് പ്രേംകുമാർ പറഞ്ഞ കേട്ടാണ്. അങ്ങനെ തോന്നിയിട്ടില്ല. എന്റർടൈൻമെന്റ് ഈ പലരും പറയാറുണ്ട്, ഇപ്പൊ ഈ അടുത്തൊരു നടൻ തന്നെ പറയാറുണ്ട് സീരിയലിന്റെ കോണ്ടന്റ്സ് ഭയങ്കര ടോക്സിക് കൂടുതലാണെന്ന്. അത് പല കുടുംബങ്ങളിലും പ്രശ്നം ഉണ്ടാക്കും, അങ്ങനത്തെ രീതിയിലൊക്കെ പലരും പറയാറുണ്ട്. അപ്പൊ അത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? ചെറിയ രീതിയിൽ ഭയങ്കര ടോക്സിക് കണ്ടന്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾ സീരിയൽ കാണുന്ന ഒരാളാണോ? അല്ല. വീട്ടിൽ കാണാറുണ്ടോ? ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആരും വീട്ടില് സീരിയലെ ബാൻ ചെയ്തേക്കാണോ? ഈ റീസൺ കൊണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, കാണാറില്ല, താല്പര്യമില്ല. സീരിയൽ നിരോധിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്ങനെ വല്ല സംഭവം വന്നായിരുന്നു? അങ്ങനെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? പ്രശ്നങ്ങളൊന്നല്ല, ഒരിടക്ക് പറയാറുണ്ട് സീരിയലില് ടോക്സിക് ഭയങ്കര കൂടുതലാണ്. അവാർഡ് പോലും അവാർഡേ കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വന്നായിരുന്നു. അത് അവിടെ സംഘടന തീരുമാനിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, ഞാനിപ്പോഴേ ഇതിനെക്കുറിച്ച് അറിയുന്നു, സീരിയല് നിരോധിക്കാൻ പോകുന്നതിനെ കുറിച്ച് അറിയുന്നു. കൺഫേം ആയിട്ടല്ല, റൂമർ ആയിരിക്കും. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിരോധിക്കേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം വേറൊന്നുമല്ല, സീരിയലും കൊണ്ട് ജീവിച്ചു വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പൊ സിനിമ പോലെ തന്നെ ഏതൊരു മേഖലയിൽ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ, അതേപോലെ തന്നെ ഈ സിനിമയിൽ പോലെ തന്നെ സീരിയലും ജീവിച്ചു വന്ന ആൾക്കാരുണ്ട്. ഇപ്പം സംവിധായകനാണെങ്കിലും പിന്നെ അതിൻ്റെ അകത്ത് ആൾക്കാരാണ്, അഭിനയിക്കുന്ന ആൾക്കാരാണെങ്കിലും ആഴ്ചയിൽ 5-6 ദിവസം വർക്ക് കാണും. ചിലർക്ക് 2500 1500 വെച്ച് പേയ്മെന്റ് ഉണ്ട്, അവർക്ക് സെപ്പറേറ്റ് റൂമുണ്ട്. ഈ സീരിയലെല്ലാം നിരോധിച്ചു കഴിഞ്ഞാൽ, ഇപ്പം കേരളത്തിൽ ഒരു 50 സീരിയൽ ഉണ്ടെന്ന് വിചാരിക്കുക, ഇതിലൊരു 40 സീരിയൽ എടുത്ത് കളയാൻ പറഞ്ഞാൽ ബാക്കി 10 സീരിയലേ കാണത്തുള്ളൂ. മനസ്സിലായോ? അപ്പൊ ആൾക്കാർക്ക് വേറെ എന്ത് തൊഴിൽ ചെയ്യാം എന്നുള്ളൊരു ഇതും കൊണ്ട് ജീവിച്ചു പോകുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. സീരിയൽ പിന്നെ വീട്ടമ്മമാരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അവർക്കൊരു സന്ധ്യ സമയത്ത് ഒരു എന്താ പറയുക സമയം പോക്ക്, അത്രയും രാവിലെ എല്ലാം പണിയെടുത്ത് ചിലർ ഉച്ചയ്ക്ക് ജോലി ചെയ്തുകൊണ്ട് സീരിയൽ കാണുന്ന ആൾക്കാരുണ്ട്. വൈകുന്നേരം അല്ലെങ്കിൽ ജോലിയെല്ലാം തീർത്തിട്ട് സീരിയൽ കാണുന്നത്. അമ്മമാർക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമാണ്. ഈ ഭയങ്കര ടോക്സിക് കണ്ടന്റ് കൂടിയോണ്ടാണ് എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയേണ്ട കാര്യമില്ല. ഇപ്പം നമ്മള് ടോക്സിക് എന്ന് അവരെന്താ ഉദ്ദേശിക്കുന്നത്? ഈ സീരിയൽ എന്ന് പറയുമ്പോ കുറെ ടോക്സിക് ടൈപ്പ് കുറെ പ്രശ്നങ്ങള്, അസൂയ, അങ്ങനെ കുറെ കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. അപ്പൊ അത് ആദ്യത്തെ കണ്ടന്റ് നമ്മുടെ ജീവിതത്തിലും ആൾക്കാർ എടുക്കുമെന്നൊക്കെ അങ്ങനെ വിചാരിച്ചാലൊന്നും നടക്കത്തില്ല. നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പോലെ ഇരിക്കും. നമ്മളെടുക്കുന്ന എന്ത് തീരുമാനം? ഇപ്പം ന്യൂജൻ പിള്ളേരെല്ലാം കള്ളു കുടിച്ച് നടക്കുന്നുണ്ട്, എല്ലാവരും ആ തീരുമാനം എടുക്കുന്നു? ഇല്ല. സിനിമയിൽ സിഗരറ്റ് വലിക്കുന്ന കാണിക്കുന്നു, ഒരാളെ പോയി കുത്തിക്കൊല്ലുന്ന കാണിക്കുന്നു. നമ്മളെ എത്ര പേര് അങ്ങനെ ചെയ്യില്ല? അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. മനസ്സിലായി? നമ്മളെടുക്കുന്ന തീരുമാനം പോലെ ഇരിക്കും നമ്മളെ കാര്യങ്ങൾ. സീരിയൽ കാണുന്ന ഒരാളാണോ? ഞാൻ സീരിയൽ കാണാറില്ല, എങ്കിലും സപ്പോർട്ട് ചെയ്യും. ഞാനൊരു ആർട്ടിസ്റ്റ് അല്ല, ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതിൽ കൂടി ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ അത് സപ്പോർട്ട് ചെയ്യുന്നത്. എന്തും ഷൂട്ട് ചെയ്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ഇപ്പം സിനിമ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് മെസ്സേജ് ആൾക്കാർ കൊടുക്കുന്നത്? ഒരു 100 പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്ത് മെസ്സേജാണ് ഉള്ളത്? അപ്പം ഇതെല്ലാം ഒരു എന്റർടൈൻമെന്റ്, എല്ലാവർക്കും എൻജോയ് ചെയ്യാനായിട്ട്. ഇപ്പൊ സിനിമയാണ് നമ്മളെ പോലുള്ളവർക്ക് എൻജോയ് ചെയ്യാൻ, അമ്മമാർക്ക് അതേപോലെ ഉള്ളത്. അപ്പം അതിനോട് നിരോധിക്കുന്നതിന് ഞാൻ യോജിക്കുന്നില്ല. അങ്ങനെ തോന്നി. അത് ബേസിക്കലി എനിക്കിഷ്ടമല്ല സീരിയൽ. അതിൻ്റെ സ്ഥിരം കാണുന്നവർക്ക് അത് എൻ്റർടൈൻമെൻ്റ് ആക്കി നിരോധിക്കണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ സ്റ്റോറീസിലൊക്കെ കുറച്ച് ചേഞ്ച് വരുത്തിയൊക്കെയുള്ള ഈ കുടുംബകലഹം ഉണ്ടാക്കുന്നതൊക്കെ മാറ്റിയിട്ട് മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിലുള്ള സീരിയൽസ് ആണെങ്കിൽ
കുഴപ്പമൊന്നുമില്ല. ആ അതിപ്പോ നമ്മളെ ഏജിലുള്ളവരങ്ങനെ അധികം കാണില്ലെങ്കിലും വയസ്സായാലും പ്രായമുള്ളവരൊക്കെ സ്ഥിരം സീരിയൽ കാണാറുണ്ട്. അപ്പോൾ ഈ കുറേ വിഷം അവരുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് അടിച്ചു കയറ്റാതെ നല്ല എൻ്റർടൈൻ ചെയ്യിക്കുന്ന സീരിയലുകൾ പോട്ടെ, അവർക്കും ജീവിക്കണ്ടേ, അവരുടെയും ജോബല്ലേ സീരിയൽ ആർട്ടിസ്റ്റ്, അവരതുകൊണ്ടല്ലേ ജീവിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തണ്ട. സീരിയലിൽ കുറേ കുശുമ്പ് കുന്നായ്മ ഒക്കെ ഉണ്ടല്ലോ, അത് നിർത്തിയിട്ട് അതിന് കുറച്ചൊരു മയം വന്നാലും മതിയേ. ഈ നിങ്ങളുടെ വീട്ടില് സീരിയലൊക്കെ കാണാറുണ്ട്? എൻ്റെ വീട്ടിലാരും കാണാറുണ്ട്. കാണാറില്ലേ? ഈ ഒരു റീസൺ കൊണ്ടാണ് വന്നിട്ടുണ്ടോ? ഓൾമോസ്റ്റ് അങ്ങനെയല്ല. കണ്ടന്റ് കൊണ്ടാണ് വന്നിട്ടുണ്ടോ? അതിങ്ങനെ ഈ ടോക്സിക് കണ്ടന്റിനോട് എഫക്ട് ചെയ്ത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ആ സീരിയലിൽ ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ്. ഈ അമ്മായിയമ്മ പോലെ അതൊക്കെ കുറച്ച് ഓവറാണ്. അതൊക്കെ കുറച്ചാൽ മതി. ഇപ്പോഴും പണ്ടൊക്കെ ഒരുപാട് സീരിയൽ ഉണ്ടായിരുന്നു, നല്ല സീരിയൽസ് ആയിരുന്നു നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ. അതുപോലെ കുറച്ച് ഈ ടോക്സിക് ആയിട്ടുള്ളത് കുറച്ചിട്ട് നല്ല സീരിയൽ നടക്കട്ടെ, എന്നാലല്ലേ സീരിയൽ ആർട്ടിസ്റ്റ് അവർക്ക് ജീവിക്കാൻ പറ്റും, അവരുടെ കാര്യങ്ങൾ നടക്കും. പിന്നെ ഇത് കണ്ട് എന്റർടൈൻ ചെയ്യുന്ന വീട്ടിലേക്ക് കുറെ അമ്മമാർക്കും ഒരു റിക്രിയേഷൻസ് വേണം. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് നിർത്തണ്ട. സീരിയലിന്റെ സ്റ്റോറീസ് ഒക്കെ കുറച്ചൊന്ന് ഡെവലപ്പ് ചെയ്താ അത്രേ ഉള്ളൂ. പിന്നെ നിരോധിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? ശോകം പരിപാടി. എന്നാലും ഒരുപാട് അമ്മമാർക്കും വീട്ടില് ബോറടിച്ചിരിക്കുമ്പോ അവര് സമാധാനം വേണ്ടേ? അതൊക്കെ കണ്ട് വെറുതെ ഏഷ്യണി പ്രശ്നം കുട്ടുണ്ടാക്കി അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? സ്വാഭാവികം ഉണ്ടാവും. അത് കണ്ടിട്ട് ശരിക്കും ആൾക്കാർ റിയൽ ലൈഫിലോട്ട് ആ സാധനങ്ങൾ എടുക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? എന്റെ വീട്ടിൽ കാണുന്നില്ല, കാരണം അവിടെ കുഴപ്പമില്ല. ഈ അടുത്ത് പ്രേംകുമാർ എന്ന് പറഞ്ഞൊരു നടൻ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രേംകുമാർ എന്ന് പറഞ്ഞ ആളറിയില്ല, ആ പോസ്റ്റ് ഒന്നും കണ്ടില്ലായിരുന്നു? ഇല്ല. പക്ഷെ പൊതുവെ നോക്കുകയാണെങ്കിൽ സീരിയല് നിരോധിക്കണം എന്നാണ് നിങ്ങളുടെ ഒപ്പീനിയൻ? നിരോധിക്കുന്നത് കാണുന്നവര് കണ്ടു, പക്ഷെ അധികം കാണുന്ന ആദ്യത്തെ നല്ല സീരിയലുണ്ട്, ചീത്ത സീരിയലുണ്ട്. മനസ്സിലായി? ടോക്സിസിറ്റി കുറച്ചാൽ മതി, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ നല്ല കണ്ടന്റ് നിങ്ങൾക്ക് അങ്ങനെ നല്ല സീരിയൽ ഏതില് സ്വാഭാവികമായിട്ട് ഉണ്ടാവും, നല്ല ചീത്ത ഉണ്ടാവും. പിന്നെ അത് ആളുകൾ എടുക്കണ ഓരോ സെൻസ് ഉണ്ടല്ലോ. എനിക്ക് ഏതെങ്കിലും സീരിയൽ ഇതുവരെ കാണുക അല്ലെങ്കിൽ അറിയാം എങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്റെ വീട്ടിൽ ഉപ്പും മുളകും എന്ന് പറയുന്ന പരിപാടി അത് വെക്കാറുണ്ട്. ആ വീട്ടില് 6 മണിയാകുമ്പോ വേറെ എന്തൊക്കെ കാണാറുണ്ട്, അല്ലാതൊന്നും നോക്കാറില്ല. സ്പോർട്സ് ഇപ്പോഴും ആണുങ്ങളും ആ ഒരു സീരിയല് കാണുന്ന ഒരു രീതിയിലോട്ട് മാറുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ വീട്ടില്? വാപ്പയോ? സീരിയൽസ് എൻ്റെ അഭിപ്രായത്തിൽ വേണം എന്നാണ്. മലയാളം സീരിയലല്ല ഉദ്ദേശിച്ചത്. അത് ഒത്തിരി കുടുംബ ബന്ധങ്ങൾ ഇല്ലാതാക്കുന്ന ഒന്നാണ്. മനുഷ്യരുടെ മനസ്സിൽ തെറ്റായ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് അതിന് എപ്പോഴും ഉണ്ടാകുന്നത്. കുട്ടികളായാലും അത് ആരെങ്കിലുമൊക്കെ ടി വി കണ്ടിരിക്കുന്ന കാണുമ്പോൾ നാച്ചുറലി അവിടെ പോയി നിൽക്കാനും അത് കാണാനും അത് ബേസിക്കലി ഒരു അഡിക്ഷൻ ഉണ്ടാവും. ആൻഡ് ഓൾവേസ് ഇറ്റ് ക്രിയേറ്റ്സ് എ നെഗറ്റീവ് ഇമ്പാക്ട് ഓൺ ദ പീപ്പിൾ ആൻഡ് ഇറ്റ് ഓൾസോ കറപ്റ്റ്സ് ദെയർ മൈൻഡ്സ്. ഇറ്റ് ബേസിക്കലി കിൽസ് ഹ്യൂമൻ റിലേഷൻസ്. അപ്പോൾ ഈ അടുത്തൊരു നടനും ഈ സെയിം സംഭവം തന്നെ പറഞ്ഞു, ടോക്സിക് കണ്ടന്റ് കുറയ്ക്കണം സീരിയൽസ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? ഞാൻ തീർച്ചയായും യോജിക്കുന്നു. ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. സോ ഒരു സിനിമ കണ്ടാൽ പോലും അത്രയും അതിൽ നെഗറ്റിവിറ്റി വരില്ല. പക്ഷെ ഒരു സീരിയൽസ് ഞാൻ ഒട്ടും പ്രൊമോട്ട്. നിങ്ങൾ വീട്ടിൽ എങ്ങനെ സീരിയൽ വെക്കാറുണ്ടോ? എൻ്റെ ഗ്രാൻഡ് പേരൻസ് കാണാറുണ്ട്, പക്ഷെ എനിക്ക് അപ്പം അതിൻ്റെ എഫക്റ്റ് ഒക്കെ കാണാറുണ്ട് ഇടയ്ക്ക്? ഞാൻ ഭാഗത്തേക്ക് പോകാറില്ല പൊതുവെ. അവര് ഏത് സീരിയലാണ് കാണാറ് അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. ആ ഭാഗത്തേക്ക് പോകാറില്ല, എനിക്ക് ഇഷ്ടമല്ല കാണുന്നത്. സീരിയൽ നിരോധിക്കണം എന്ന് തോന്നുന്നുണ്ടോ? എന്തോ സീരിയൽ നിരോധിക്കണം എന്ന് തോന്നുന്നുണ്ടോ? സീരിയൽ ഒരിക്കലും നിരോധിക്കണം തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ പറയാം. കാരണം ഞാൻ ആദ്യമായിട്ട് മലയാളം ഒരു കലാരംഗത്തേക്ക് കടന്നു വന്നത് സീരിയലിലൂടെയാണ് എന്ന് പറയാം. കാരണം ഞാൻ 13 വർഷം ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് കഷ്ടപ്പെട്ട് വെയിലത്തും മയത്തും നിന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊരു വിഷമം തീർത്തത് റാണി രാജ എന്ന് പറഞ്ഞ സീരിയലാണ്. റാണി രാജ കാരണം നീലത്താമര എന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നീലത്താമര, പിന്നെ നാടോടി മന്നൻ സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലെ നമ്മുടെ നടിയുണ്ടല്ലോ അർച്ചന കവി. അപ്പോൾ അർച്ചന കവി നടത്തിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഒരു സീരിയലിൽ ഒരു ഡെലിവറി ബോയുടെ രംഗം അഭിനയിക്കാൻ പറ്റിയത്. ഒരു 1-2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 40 സെക്കൻഡ് അത്ര ദീർഘ്യമുള്ളെങ്കിലും അതൊരു നല്ലൊരു എനിക്കൊരു മുതൽക്കൂട്ടായിരുന്നു ആ സീരിയൽ വന്നപ്പോൾ. ആൾക്കാർ കുറച്ചൊരു കണ്ടു. പിന്നീട് റിവ്യൂ മേഖലയിലേക്ക് വന്നപ്പോൾ കുറച്ച് റീച്ച് കിട്ടിയപ്പോൾ അത് ആ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പോൾ അത് അതിനെപ്പറ്റി പറയുമ്പോഴും നമ്മൾ വർക്കും ചെയ്ത് ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അതിൽ നമുക്ക് പിന്നീട് അവസരങ്ങൾ കിട്ടുന്നില്ല. സീരിയലിൽ സിനിമയിൽ ചെയ്യുന്നുണ്ട്, പക്ഷേ
സീരിയലിലെ അവസരങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ പോലും നമ്മൾ അതിനെപ്പറ്റി സങ്കടപ്പെടുന്നില്ല. പക്ഷേ ഇൻഡസ്ട്രി വളരണം. കാരണം നമ്മളും സീരിയൽ കണ്ടു വളർന്നൊരു പ്രേക്ഷകരാണ്. കാരണം നമ്മൾ അമ്മ, പാരിയാതം, ഉങ്കുവപ്പൂ, പരസ്പരം, ചന്ദനമയ, പിന്നെന്താണ് ശ്രീധനം, അമ്മ അറിയാതെ, അങ്ങനെ പല പല സീരിയൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഓടുന്ന പത്തരമാറ്റം, അങ്ങനെ എല്ലാ സീരിയലിലും ചന്ദ്രൻ വിരിയുന്ന ചന്ദ്രകാന്തം, അങ്ങനെ ഒരുപാട് സീരിയലിൽ വാച്ച് ചെയ്യുന്നൊരു പ്രേക്ഷകനാണ് ഞാൻ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കനൽപ്പൂ സൂര്യ TV-യിൽ, പിന്നെ കോൺസ്റ്റബിൾ മഞ്ജു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട സീരിയലാണ്. അപ്പോൾ എനിക്കൊരു പ്രേക്ഷകൻ എന്ന നിലയിൽ എല്ലാ ആണുങ്ങളും അത്യാവശ്യം സീരിയൽ കാണും. പലരും പറയാൻ മടിക്കുന്ന സംഭവങ്ങളാണ്. സീരിയലിൽ പല പല കഥകൾ കാണുമ്പോൾ അത് നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത് ദോഷമായിട്ട് മാറുന്നത്. കാരണം നമ്മൾ ഒരു എന്താ പറയുക വിഷം കൊടുക്കുന്ന സീന് കാണുമ്പോൾ അത് നമ്മൾ ജീവിതത്തിലേക്ക് അത് ആഡ് ചെയ്യുമ്പോഴാണ് അത് പ്രശ്നം വരുന്നത്. പിന്നെ ഒരു പാമ്പ് കടിപ്പിച്ച് ഒരു പെണ്ണിനെ കൊല്ലുന്ന സീക്വൻസ് കാണുമ്പോൾ അത് കണ്ടൊരു മറ്റേ ആവർത്തനം അത് കണ്ട് അതിനെ തന്നെ എന്താ പറയുക പിന്നീടും ആവർത്തിച്ച് അത് മറ്റെന്താ പറയുക ഒരു കൊലപാതകത്തിലേക്ക് കലാശിക്കുമല്ലോ. ഇപ്പോൾ ദേഷ്യം വരുമ്പോൾ ചെയ്യുമ്പോൾ ഇങ്ങനെ സംഭവങ്ങൾ. അപ്പോൾ സീരിയൽ എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു എന്താ പറയുക ഒരു കലാ ഫീൽഡാണ്. അപ്പോൾ അതിൽ അവർക്ക് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി പലതും അത് സീരിയലിൽ കാണിക്കും. അത് നമ്മൾ പൊതുവേ അത് കണ്ട് വിലയിരുത്തുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. സീരിയലിൽ തന്നെയുള്ള പല കാര്യങ്ങളും സിനിമയിലും ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സിനിമ നിരോധിക്കണം. അപ്പോൾ സിനിമയും സീരിയലും അങ്ങനെ നിരോധിക്കാൻ പറ്റില്ല. കാരണം മലയാളം ഇൻഡസ്ട്രിയിലെ സിനിമയാണെങ്കിലും സീരിയലാണെങ്കിലും അത് ഒരു അസോസിയേഷൻ ഉണ്ട്. അത് ആൾക്കാർ പ്രവർത്തിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കാരണം ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ആ ഫീൽഡിലേക്ക് വരികയാണ്. ഫിലിമാണെങ്കിലും സീരിയലാണെങ്കിലും അതിൽ പല പല വിവാദങ്ങളുണ്ടാകും. അതിനെ എന്താ പറയുക തരണം ചെയ്ത് അത് മുന്നോട്ട് പോകണം. ഇൻഡസ്ട്രി വളരണം. കാരണം TV എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി വളർന്നത് സീരിയൽ കൊണ്ടാണ്. ഒരു 95 കാലത്തോടൊപ്പം തുടങ്ങി ദൂരദർശനം തുടങ്ങിയ സീരിയലുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങിയൊരു എനിക്കൊരു ഇഷ്ടമായിരുന്നു സീരിയലിൽ ആക്ട് ചെയ്യണമെന്ന്. അപ്പോൾ ആണ് 2022 റാണി രാജ ചെയ്തത്. അപ്പോൾ ഇന്നും ഒരു സീരിയലിൽ നമുക്ക് ചാൻസ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടണില്ല. പക്ഷേ നമുക്ക് ഫിലിം ആക്ടിങ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ മേഖല ഉണ്ടാവുമല്ലോ. എപ്പോഴും ഓരോ ഫീൽഡിൽ നിലനിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഡസ്ട്രി നിലനിൽക്കുക നമുക്ക് ഇഷ്ടമുള്ള ഇൻഡസ്ട്രി ആയി. കാരണം നമ്മൾ ഇപ്പോൾ അവാർഡ് നൈറ്റിൽ പോയിരുന്നു, ഏഷ്യാനെറ്റ് അവാർഡ് നൈറ്റിൽ ഗസ്റ്റായിട്ട് പോയിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ സീരിയൽ ആർട്ടിസ്റ്റ് നമ്മളോട് നല്ല രീതിയിലാണ് സംസാരിച്ചത്. കാരണം അവർക്ക് വേണമെങ്കിൽ എന്നെ കാണുമ്പോൾ അകറ്റി നിർത്താം. പക്ഷെ നമ്മളെ കാണുമ്പോൾ ഒരു മമ്മൂട്ടിയെ കാണുന്നൊരു ഫീലാണ് ഒരു വന്നു. സീരിയലാണ് എൻ്റെ അമ്മ കാണുന്നോണ്ട് നിരോധിക്കണം എന്നാണ്. ബിക്കോസ് അഡിക്റ്റഡ് ആണ്. അത് വെച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ ലൈക്ക് നമ്മളൊന്നും കാണിക്കാൻ സമ്മതിക്കില്ല. ഒരു പരിധി വരെ ചിലതെന്നൊക്കെ പറഞ്ഞതിന് ഒരു ലോജിക്ക് ഇല്ലാതെ കുറെ കാര്യങ്ങളാണ്. ഈ കുറെ അഹങ്കാരം കുശുമ്പൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഫാമിലിയിലോട്ടും ഡിപ്പെൻസ്. ഓരോ ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എനിക്കതറിയില്ല. ഈ ന്യൂസിൽ ഇപ്പൊ പ്രേംകുമാർ എന്ന് പറഞ്ഞ നടൻ ന്യൂസിൽ പറഞ്ഞായിരുന്നു ഭയങ്കര ടോക്സിക്കുള്ള സീരിയൽ നിരോധിക്കണം. ആൾ ഉദ്ദേശിക്കുന്ന ടോക്സിക്കുള്ള കണ്ടന്റ് ഒക്കെ മാറ്റിയിട്ട് നല്ല ശരിക്കും അങ്ങനെ നിരോധിക്കണം. ലൈക്ക് അങ്ങനെയുള്ളതൊക്കെ നിരോധിക്കണം. നിങ്ങളെ സീരിയല് കാണാറുണ്ടോ? അങ്ങനെയില്ല, വല്ലപ്പോഴും അമ്മ വെക്കണം കൊണ്ടിട്ട് കാണും. ഏത് സീരിയലാ? കുടുംബശ്രീ. അതാണ് ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്. ഈ ഇല്ലോജിക് ആയിട്ടുള്ള കാര്യങ്ങൾ സീരിയൽ കാണുമ്പോ എന്താ തോന്നാറ്? കാണാതിരിക്കാൻ. നമുക്കതിലൊന്നും ചെയ്യാനില്ല. നമ്മളത് ചൂസ് ചെയ്യാതിരിക്കാൻ. താങ്ക് യു.